Dear students, welcome to a new chapter, Parallel Lines. What is meant by parallel lines? When two lines are there such that to whatever extent we elongate these two lines, if they don't meet, we tell that two lines are parallel. നമ്മൾ പാരലൽ ലൈൻസുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാരലൽ ലൈൻസിനെ അല്ലെങ്കിൽ രണ്ട് സെറ്റ് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്താൽ 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീസ് ടു ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചില്ല. ഈ രണ്ട് ആംഗിൾസിനെ നമ്മൾ രണ്ട് ആംഗിൾസിനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ടാണ് ഉള്ളത്. ഇത് ഒരു സെറ്റ് കറസ്പോണ്ടിങ് ആംഗിളാണ്. വൺ പെയർ കറസ്പോണ്ടിങ് ആംഗിൾ, ദേ ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നപോലെ വേറൊരു സെറ്റാണ് ഈ രണ്ട് ആംഗിൾസ്. സി ദീസ് ടു ആർ നെക്സ്റ്റ് സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ദേ ആർ ഈക്വൽ. ഈ രണ്ട് ജോഡികളുടെ വാല്യൂസ് ഈക്വലാണ്. എന്നപോലെ ഈ രണ്ട് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഒന്നിത് ലൈക്ക് ദറ്റ് ദീസ് ടു ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. വാല്യൂ ഓഫ് ഈച്ച് സെറ്റ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിളിൻ്റെ വാല്യൂസ് ഈക്വലാണ്. ഇത് രണ്ടും ഒരേ മെഷറാണ്. എന്നപോലെ ഇത് രണ്ടും ഒരേ മെഷറാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് സോ വെൻ ടു പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇത് പഠിച്ചിട്ടുണ്ട്. ഹിയർ ദിസ് വൺ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈക്വൽ ആവും ഇത്. ശരിയല്ലേ? കാരണം ഇതും ഈക്വൽ ആണ്. ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ, ദെയർഫോർ ദീസ് ടു ഷുഡ് ബി ഈക്വൽ. അതിന് നമ്മൾ പറയല് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാണ്. എന്ന പോലെ തന്നെ നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി ഈ രണ്ട് ആംഗിളിന്റെ സമ്മ 180 ഡിഗ്രിയാണ്. ഒന്നിത്. എന്തുകൊണ്ടാണ് അത് 180 ഡിഗ്രി ആവുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ 180 ഡിഗ്രിയാണ്. ഈ ആംഗിളും ഇവിടെയുള്ള ഈ ആംഗിളും എന്ന് പറഞ്ഞാൽ പ്രൊട്രാക്ടർ മുഴുവനായിട്ട് ഇവിടെ പോകും. എന്ന് പറഞ്ഞാൽ ഇത്രയും ആംഗിൾ 180 ഡിഗ്രിയാണ്. വേറെ രീതി പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 180 ഡിഗ്രി തികക്കാൻ എടുക്കേണ്ട ആംഗിൾ ഇതാണ്. പകരം ഇതിൻ്റെ കൂടെ ഇത് എടുക്കുകയാണെങ്കിലോ ഇത് രണ്ടും ആഡ് ചെയ്ത് വെച്ചാൽ ഇതേ മെഷറിലെത്തുമല്ലോ, 180 ഡിഗ്രിയിൽ എത്തുമല്ലോ. കാരണം ഇതും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ 180 ഡിഗ്രി തികക്കാൻ ഇതിനെടുക്കുന്നതിന് പകരം ഇഫ് യു ടേക്ക് ദിസ് വൺ, their sum also will be 180 degree. And so we tell these two angles gives the sum 180 degree. That property we will tell co-interior angles gives the sum 180 degree, or co-interior angles are supplementary. Like that, these two angles also give the sum 180 degree as they also are co-interior angles. ഇതൊക്കെ നമ്മൾ സ്മോളർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 3 പാരലൽ ലൈനിനെ ഒരു ലൈന് കട്ട് ചെയ്യുന്ന ചിത്രം കാണാം. സി 3 പാരലൽ ലൈൻസ് ആണ്. ഇതിനെ 3നെയും കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൈൻ നമ്മൾ വരച്ച് വെക്കുക. സി ഇപ്പോൾ these 3 parallel lines divide this line into 2 pieces. ഒരു പീസ് ഇതാണ്, ഒരു പീസ് ഇതാണ്. ഞാൻ വേറെ ഒരു ലെങ്ത്തുള്ള ലൈനും കൂടി ഇവിടെ വരച്ച് വെക്കുകയാണ്. സി ആ ലൈനെയും ഈ പാരലൽ ലൈൻസ് 2 പീസായി മുറിച്ചുണ്ട്. നമ്മൾക്കുള്ള ഇവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് ഈ 2 പീസുകൾ തമ്മിലുള്ള റേഷ്യോ, ഈ ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ, ആ കണക്ഷൻ, ആ ബന്ധം, ഈ പീസും എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തും തമ്മിൽ എന്ത് റേഷ്യോയിലാണോ ഉള്ളത് ആ റേഷ്യോയിലാണ് ഇത് നിലകൊള്ളുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യാം അത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യണത് ഈ 2 എൻഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ആൻഡ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് വൺ, വെൻ വി ഹാവ് ജോയിൻഡ് വി വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ലൈക്ക് ദിസ്. എ ട്രയാങ്കിൾ വിൽ ബി ദർ ലൈക്ക് ദാറ്റ്. നൗ സീ ദിസ് ട്രയാങ്കിൾ അലോൺ. This line acts as the line drawn from one vertex to the opposite side. Now the triangle is now get divided into 2 smaller triangles.
the ratio of the areas of these two smaller triangles will be in the ratio of these two sides. This one we have already learned from the first chapter of 9th standard, that is area. ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനതൊന്ന് ഓർമ്മാക്കി തരാം, സ്പീഡിലൊന്ന് ഓർമ്മാക്കി തരാം. ശ്രദ്ധിക്കുക. അതായത് see here there is a triangle. Now we have drawn a line from one vertex to opposite side. Now the triangle is got divided into two pieces. രണ്ട് പീസായി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ just suppose this much length is A and this much length is B. നമ്മൾ വെറുതെ ഒന്ന് ഡിനോട്ട് ചെയ്യാം. Let this length be A and this one B is B. Now if we find the ratio between the areas of these two triangles, ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ഈ എയും ബിയും തമ്മിലുള്ള റേഷ്യോയിലാണ് എന്നാണ് പറയാൻ പോണത്. എന്ന് പറയാൻ let us consider a perpendicular drawn from this vertex to opposite side. It will be like that. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരു എ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, ഇതിനെ ബി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. if this one is H, when we consider this triangle, its area will be what? half BH എന്നുള്ളത് ഇവിടെ ഹാഫ് AH എന്നായി മാറും. ബിക്കോസ് ഇറ്റ്സ് വൺ സൈഡ് ഓർ ബേസ് ഈസ് A, ഹൈറ്റ് ടു ദാറ്റ് സൈഡ് ഈസ് ദിസ് H. ലൈക്ക് ദാറ്റ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ വിൽ ബി വാട്ട്? ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബേസ് ആയിട്ട് ഹാഫ് ബി തന്നെയാണുള്ളത്, ഹാഫ് BH എന്നാണ്. Therefore റേഷ്യോ ഓഫ് ദി ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഹാഫ് AH ഈസ് ടു ഹാഫ് BH ആണ്. നമുക്ക് ഹാഫുകളെ ക്യാൻസൽ ചെയ്യാം, സ്മോളസ്റ്റ് ടേമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് A ഈസ് ടു B. എന്താ നമ്മൾ കണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈൻ വരച്ചാൽ കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് പീസുകളുടെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യപ്പെട്ടത്, ദി സെയിം റേഷ്യോ ദി ഏരിയാസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് വിൽ ഗെറ്റ് ഡിവൈഡഡ്. This one that we have already learned. ഇനി നേരത്തെ പറഞ്ഞ ചിത്രത്തിലേക്ക് തന്നെ വരിക. നമ്മൾ ഇവിടെയായിരുന്നു കണ്ടിട്ടുള്ളത്, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം this one is the line drawn from one vertex to the opposite side. Now this triangle is now divided into two smaller triangles. The areas of these two triangles will be in the ratio of these two pieces. ഈ പീസും തമ്മിലുള്ള റേഷ്യോയിലാണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയകൾ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് പറയാം. എന്ന പോലെ നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഈ വെർട്ടെക്സിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്കും ജോയിൻ ചെയ്യിപ്പിച്ചാൽ വി വിൽ ഗെറ്റ് അനദർ ട്രയാങ്കിൾ. വേറൊരു ട്രയാങ്കിൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സീ ദി ട്രയാങ്കിൾ. ആ കിട്ടുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വൺ ഇസ് എ വെർട്ടെക്സ് ആൻഡ് ദിസ് ലൈൻ act as the line drawn from one vertex to the opposite side. Now the triangle is now divided into two smaller triangles. ഒന്ന് ഇതാണ്, മറ്റൊന്ന് ഇതാണ്. അത് ആദ്യം പറഞ്ഞ ഫിഗറുമായിട്ട് കൺഫ്യൂഷൻ ആകരുത്. ഒന്ന് ഇത്, മറ്റൊന്ന് ഇത്. ഈ രണ്ട് കിട്ടിയ ചെറിയ ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് മറ്റേ ട്രയാങ്കിളിന് പറഞ്ഞ പോലെ തന്നെ അത് ഈ പീസിൻ്റെയും റേഷ്യോയിലാണെന്ന് പറയാനും. ഇത്രയും സംഗതി നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. സി ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന് നമുക്ക് ABC പേര് കൊടുക്കാം. ഈ ട്രയാങ്കിളിന് നമുക്ക് പേര് കൊടുക്കാം. ഈ ട്രയാങ്കിളിന് ഇതിനെ PQR. PQR എന്ന്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതാൻ തുടങ്ങാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പാരലൽ ലൈൻസ് AC PR എന്നീ രണ്ട് ലൈനിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഹിയർ ഇൻ ദി ഫിഗർ ദി ലൈൻസ് AC and PR are divided by these parallel lines. Okay,
അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ലെറ്റസ് പ്രൂവ് എ ക്യു ഈസ് ടു ക്യു സി, അതായത് ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ടു പി ബി ഈസ് ടു ബി ആർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. ഇൻ ദി ഫിഗർ ദി ലൈൻസ് എ സി ആൻഡ് പി ആർ ആർ കട്ട് ബൈ ദി പാരലൈൻസ്. കാണാം. ലെറ്റസ് പ്രൂവ് എ ക്യു ഈസ് ടു ക്യു സി ഈക്വൽ ടു പി ബി ഈസ് ടു ബി ആർ. ഇത് പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ എ ക്യു എന്ന് പറയുന്ന ഈ ലൈനിനെ ഒരു എ എന്നും ക്യു സി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനെ ബി എന്നും വിളിക്കാം. എന്ന പോലെ പി ബി എന്ന ഡിസ്റ്റൻസിന് ഒരു സ്മോൾ ലെറ്റർ പിയും ബി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് സ്മോൾ ലെറ്റർ ക്യൂവും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് എ ക്യു ഈസ് ടു ക്യു സി ഈസ് ഈക്വൽ ടു ലെറ്റ് നമുക്ക് എഴുതാം. ലെറ്റ് എ ക്യു ഈസ് ടു ക്യു സി ഈസ് ഈക്വൽ ടു എ ഈസ് ടു ബി. അതുപോലെ പി ബി ഈസ് ടു ബി ആർ ഈസ് ഈക്വൽ ടു പി ഈസ് ടു ക്യു. ഇനി ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു ബി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു ബി സി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ രണ്ട് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. ഈ വലിയ ട്രയാങ്കിളിനെ എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ വെർട്ടക്സിൽ നിന്ന് വരച്ച ലൈന് അതിനെ രണ്ട് സ്മോളർ ട്രയാങ്കിൾസ് ആക്കി മാറ്റി അവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ഈ രണ്ട് ബേസ് പീസസ് തമ്മിലുള്ള റേഷ്യോയിലാണെന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു ബി എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യു ബി ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു സി ബി. ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു സി ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യു സി ബി, ക്യു സി ബി എന്ന് പറയുന്നത് ഈ രണ്ട് സ്മോളർ ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ ഏതൊക്കെ, എ ക്യു ബി ആൻഡ് സി ക്യു ബി എന്ന് പറഞ്ഞ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയകൾ എയുടെയും ബിയുടെയും റേഷ്യോയിലാണ്. എ ഈസ് ടു ബി എന്ന് എഴുതാം. എ ഈസ് ടു ബി ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോയിലാണ്. എന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ സി ദിസ് വൺ ഈസ് ദി ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ വെർട്ടക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ച ലൈനാണ് ഈ പാരലൽ ലൈൻ. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ ചെറിയ രണ്ട് സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് ഇത് പി ബി ക്യു എന്ന പോലെ ബി ആർ ക്യു എന്ന് പറഞ്ഞ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ഏതൊക്കെയാണ്, പി ബി ക്യൂവും ബി ആർ ക്യൂവും തമ്മിലുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ബി ഈസ് ടു ക്യു ആണ്. നമുക്ക് ഇതാ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യു, ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യു, ട്രയാങ്കിൾ പി ബി ക്യു ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ആർ ക്യു, ബി ആർ ക്യു ഈസ് ഈക്വൽ ടു എന്താണ് റേഷ്യോ, ഈ രണ്ട് ബേസ് പീസസ് തമ്മിലുള്ള റേഷ്യോയിലായിരിക്കണം, പി ഈസ് ടു ക്യു ആയിരിക്കണം, പി ഈസ് ടു ക്യു ആയിരിക്കണം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഇത് രണ്ട് പാരലൽ ലൈൻസാണ്. ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഒരേ ബേസ് ആയിട്ടുള്ള ഇതാണ് ബേസ്. ഇവിടെ ഇത് ബേസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചൊരു ട്രയാങ്കിൾ. ഇവിടെ നിന്നാണ് വരക്കാൻ തുടങ്ങുന്നത്. ഇത് ബേസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇത് ബേസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വലിയ ട്രയാങ്കിളായ എ ബി സിയിലെ ഒരു പീസാണ് എ ക്യു ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. രണ്ടാമത് വരച്ച ട്രയാങ്കിളിലെ ഒരു പീസാണ് പി ബി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ദാറ്റ് ടു ട്രയാങ്കിൾസ് ഗെറ്റ് സെയിം ബേസ് ആൻഡ് ദെയർ തേർഡ് വെർട്ടിസസ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ബേസ്. ഇത് ബേസ് ആയിട്ട്
പാരലൽ ലൈനിലേക്ക്, ബേസിന് പാരലായിട്ട് വരച്ച ലൈനിലേക്കാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കുക, ദിസ് വൺ. എന്നപോലെ ഇതേ ബേസായിട്ട് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. their areas are equal. ഓക്കെ, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യൂ, ഇങ്ങനെ പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യൂ പി, സോറി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യൂ ബി, ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യൂ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യൂ. ഇവിടെ പറയുന്ന ഈ എ ക്യൂ ബി ഈ പി ബി ക്യൂന് ഈക്വലാണ്. ഈ ഏരിയയും ഈക്വലാണ്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ക്യൂ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യൂ. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. എ ക്യൂ ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഏരിയക്ക് ഈക്വലാണ്. ഇതേ ബേസ് പാരലായിട്ടുള്ള ലൈനാണ് തേർഡ് വെർട്ടെക്സ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷനിൽ ഈ ട്രയാങ്കിൾ ഈ ഏരിയയും ഒന്ന് തന്നെയാണ്. എന്ന പോലെ ഇത് രണ്ടും ഒന്നാണെന്ന് പറയാം. അതെങ്ങനെ നോക്കൂ. ഇപ്പോൾ ആദ്യം പരിഗണിച്ച വലിയ ട്രയാങ്കിളിൻ്റെ ഒരു പീസ്, ആദ്യത്തെ പീസ് എടുക്കും, പിന്നെ മുകളിലെ പീസ്, ഇത് ക്യൂ സി ബി. ഓക്കെ, ക്യൂ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളും പിന്നെ ഇവിടുന്ന് ബി ആർ ക്യൂ എന്ന് പറയുന്ന ട്രയാങ്കിളും എടുക്കുകയാണെങ്കിൽ, ഈ രണ്ട് ട്രയാങ്കിളും ശ്രദ്ധിച്ചോളൂ, ഇത് ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ തേർഡ് വെർട്ടെക്സ് പാരലായിട്ട് വരച്ച ലൈനില്ല. ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ബേസ് തേർഡ് വെർട്ടെക്സ് ഈ പാരലായിട്ട്, ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബി ആർ ക്യൂ എന്ന് വായിച്ച ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ബേസ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ. അപ്പോൾ അതും എഴുതാം. അതുകൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ക്യൂ സി അല്ലെങ്കിൽ സി, ഇവിടെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത് അങ്ങനെ എടുത്താൽ മതി. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ബി ക്യൂ, ഇവിടെ ക്യൂ സി ബി നേരത്തെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യൂ സി ബി, ഏരിയ ഓഫ് ട്രയാങ്കിൾ ക്യൂ സി ബി ഈക്വൽ ടു ഈ ട്രയാങ്കിൾ ബി ആർ ക്യൂ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ആർ ക്യൂ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ആർ ക്യൂ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ആർ ക്യൂ. ഇപ്പോൾ പറഞ്ഞത് പ്രകാരം എന്ത് മനസ്സിലായി? ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഈ റേഷ്യോ ഇതിന് ഈക്വലാണ്, ഈ റേഷ്യോ P/Qന് ഈക്വലാണ് എന്ന് പറഞ്ഞിട്ട് ഇതേ മെഷറാണ് ഇതിനുള്ളത്, ഇതേ മെഷറാണ് ഇതിനുള്ളത്. അതല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതും തമ്മിലുള്ള റേഷ്യോ ആയിട്ടുള്ള A/B എന്ന് പറയുന്നത് ഇതേ അളവുകളുള്ള ഈ രണ്ട് അളവുകൾ തമ്മിലുള്ള റേഷ്യോ P/Q ആണെന്ന് പറയുമ്പം ഈ A/B തന്നെ ആയിരിക്കണം P/Q എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടളവുകൾ ഈക്വലാണ്, ഈ രണ്ടളവുകൾ ഈക്വലാണ്. ഇത് തമ്മിലുള്ള റേഷ്യോ A/B ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ P/Q ആണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം A/B ഈസ് ഈക്വൽ ടു P/Q എന്നായിരിക്കണ്ടേ. ഈ രണ്ട് റേഷ്യോകൾ അപ്പോൾ ഈക്വൽ ആയിരിക്കണ്ടേ. A/B എന്ന് പറയുന്നത് P/Q ആകണ്ടേ എന്നുള്ളതാണ്. ആകണം. ഓക്കെ, ബിക്കോസ് ദീസ് ടു മെഷേഴ്സ് ആർ ഈക്വൽ. ഇത് തമ്മിലുള്ള റേഷ്യോ A/B ആണെങ്കിൽ ഇതേ അളവുകളുള്ള മറ്റ് രണ്ടെണ്ണം തമ്മിലുള്ള റേഷ്യോ P/Q ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കണം? ഇത് തന്നെ ആകണം. അപ്പോൾ P/Qവും A/Bയും ഈക്വൽ ആകണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ പീസും തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കണം ഈ രണ്ട് പീസുകളും തമ്മിലുള്ളത് എന്ന് നമ്മൾ ചെയ്തെത്തിയിരിക്കുന്നു. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ഇതാണ്. ഇതിനെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഇൻ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ നിങ്ങൾക്കിത് വളരെ സ്ലോയിലാണ് പറഞ്ഞു തന്നത്. ആൻഡ് സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മെനി കോൺസെപ്റ്റ്സ് ഇൻ മാത്തമാറ്റിക്സ് എസ്പെഷ്യലി ഇൻ ജോമെട്രി ആർ ക്രിയേറ്റഡ് ഫ്രം ദിസ് ഐഡിയ. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് കുറേ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നമുക്കിങ്ങനെ പറയാം.
രണ്ട് ലൈൻസിന് ഇതേപോലെ 3 or more പാരലൽ ലൈൻസ് ആർ കട്ട്. ഇതേപോലെ രണ്ട് ലൈൻസിനെ പാരലൽ ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈനിന്റെ പീസുകൾ ഏത് റേഷ്യോയിലാണോ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്, ഇൻ ദി സെയിം റേഷ്യോ ദി അതർ ലൈൻ വിൽ ബി ഡിവൈഡഡ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ വേണ്ടത് ഈ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കമായിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇത്ര എഴുതാനുണ്ടാവുള്ളൂ. ഇൻ ദി ഫിഗർ ദി ലൈൻസ് എ സി ആൻഡ് പി ആർ എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് എഴുതാൻ തുടങ്ങും. ഓക്കെ, റൈറ്റ് ഡൗൺ ഫസ്റ്റ്, റൈറ്റ് ഡൗൺ ഓൾ ദീസ് തിങ്സ് ഇൻ യുവർ നോട്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം അതിൻ്റെ റിസൾട്ട് നമുക്കൊരു ബോക്സിൽ എഴുതാം. ഇവിടെ 3 ലൈൻസിന് പകരം ഇനി ഒരു ലൈന് കൂടി വരച്ചാലും, ഒരു പാരലൽ ലൈനും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം 3 പീസായി മാറും. ആ 3 പീസുകൾ തമ്മിലുള്ള റേഷ്യോ ഇവിടെയും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന 3 പീസ് ആ 3 പീസുകൾ തമ്മിലുള്ള റേഷ്യോയിലായിരിക്കും. അപ്പം ഇനി 3 പാരലൽ ലൈൻസിന് പകരം ഇഫ് 3 or more പാരലൽ ലൈൻസ് വിൽ ഡിവൈഡ് എനി 2 ലൈൻസ് ഇൻ ദി സെയിം റേഷ്യോ. ഈ ലൈനിനെ എങ്ങനെയാണോ പാരലൽ ലൈൻസ് ഡിവൈഡ് ചെയ്യുക അതേ റേഷ്യോയിലായിരിക്കും മറ്റേ ലൈനും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ലെറ്റ് us write in a box. See, 3 or more parallel lines will divide any 2 lines in the same ratio. Okay, you can draw such a box and write down this one in it. Very important result it is. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ലൈൻസ്, പാരലൽ ലൈനിൻ്റെ ഇടയിലകപ്പെട്ട ഈ രണ്ട് ലൈൻസിൽ ഒന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈനും ഈ പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലറും മറ്റത് ഇതേപോലെ ചെരിഞ്ഞ ലൈനും ആണെങ്കിൽ, അതായത് ഒന്ന് പെർപെൻഡിക്കുലർ ലൈനും മറ്റത് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിലും ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും. ഈ രണ്ട് പീസ് എന്ന് പറഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത്, ഇതിനെ വെവ്വേറെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് പീസുകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ലെങ്ത്തുകൾ എന്ന് പറയുന്നത് ഈ പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ ഇങ്ങനൊരു നിയമം കൂടി നമുക്ക് ഇവിടെ കിട്ടുകയാണ്. പാരലൽ ലൈൻസ് ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, അതായത് ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണെന്ന് പറഞ്ഞാൽ ദേ ആർ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ്. അപ്പോൾ നമുക്കൊരു റിസൾട്ടായിട്ട് എഴുതാം, പാരലൽ ലൈൻസ് വിൽ ഡിവൈഡ് എനി ലൈൻ ഇൻ ദി റേഷ്യോ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കാം. ആൻഡ് സോ ഹിയർ ദി റിസൾട്ട്, പാരലൽ ലൈൻസ് വിൽ കട്ട് എനി ലൈൻ ഇൻ ദി റേഷ്യോ. അതാ ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ is the distance between the parallel lines. ഈ ഡിസ്റ്റൻസ്, പാരലൽ ലൈൻസിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിലൂടെ റേഷ്യോ എന്താണോ അതേ തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുക എന്നർത്ഥം. ഓക്കെ, റൈറ്റ് ഡൗൺ, ഡ്രോ സച്ച് എ ഫിഗർ ദർ ആൻഡ് ദിസ് വൺ ഇൻ എ ബോക്സ്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ലൈൻസിനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം, ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെ കൺസ്ട്രക്ഷൻസ് നടത്താം, എങ്ങനെ ഒരു ലൈനിനെ ഗിവൺ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾ ദോസ് വിൽ ബി ഗിവൺ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു ഓൾ.